വിവിധ കാരണങ്ങളാൽ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യേണ്ട ആവശ്യം വരാം. മരണപ്പെട്ടവരെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യണം. പ്രവാസികളെ സംബന്ധിച്ച് വോട്ടർ പട്ടികയിൽ ചിലപ്പോൾ 2 തവണ പേര് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ഒരു പേര് നീക്കം ചെയ്യണം. അതായത് പ്രവാസി വോട്ടറായി പേരുണ്ട് എന്നറിയാതെ ഫോം 6 പൂരിപ്പിച്ച് സ്വദേശി വോട്ടറാകാൻ ശ്രമിച്ചവർ, അല്ലെങ്കിൽ സ്വദേശി വോട്ടറായി പേരുണ്ട് എന്നറിയാതെ ഫോം 6A വഴി പ്രവാസി വോട്ടറാകാൻ ശ്രമിച്ചവർ. ഇങ്ങനെ 2 തവണ പേര് വരാൻ പാടില്ല. അത് ശിക്ഷാർഹമാണ്. ഇത്തരത്തിലുള്ളവർ സിഇഒയുടെ സൈറ്റിൽ പ്രവേശിച്ച് പേര് നീക്കം ചെയ്യാനുള്ള ഫോം 7 പൂരിപ്പിക്കുക. ഇതിനായി ബ്രൗസറിൽ സിഇഒ കേരള എന്നടിച്ച് സൈറ്റിൽ പ്രവേശിക്കുക. താഴേക്ക് വന്നാൽ വോട്ടേഴ്സ് പോർട്ടൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലോഗിൻ ചെയ്യുക. മൊബൈലിലോ ഇമെയിലിലോ വരുന്ന OTP നൽകി ലോഗിൻ ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ താഴേക്ക് വന്നാൽ ഡിലീഷൻ എന്ന ഭാഗത്ത് ഫോം 7 കാണാവുന്നതാണ്. സ്വദേശി വോട്ടർ പട്ടികയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ ഫിൽ ഫോം 7 എന്നതാണ് അമർത്തേണ്ടത്. പ്രവാസികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നാട്ടിലെ പട്ടികയിൽ നിന്നാണ് പേര് നീക്കം ചെയ്യേണ്ടതെങ്കിൽ ഫിൽ ഫോം 7 തന്നെ എടുക്കുക. അതല്ല, പ്രവാസി വോട്ടർ പട്ടികയിൽ നിന്നാണ് പേര് നീക്കം ചെയ്യേണ്ടതെങ്കിൽ ഫിൽ ഫോം 7 ഓവർസീസ് എന്നതാണ് എടുക്കേണ്ടത്. അതായത് നാട്ടിലെ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ആവാൻ ഫിൽ ഫോം 7ഉം പ്രവാസി വോട്ടർ പട്ടികയിൽ നിന്ന് ഡിലീറ്റ് ആവാൻ ഫിൽ ഫോം 7 ഓവർസീസുമാണ് എടുക്കേണ്ടത്. ആദ്യം പ്രവാസി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്ന വിധം കാണിക്കാം. അതിനായി ഫിൽ ഫോം 7 ഓവർസീസ് എന്നതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ സെലക്ട് ചെയ്ത് തുറന്നു വരുന്ന പേജിൽ ഡിലീഷൻ ഫോർ എന്നെടുത്ത് സെൽഫ് തന്നെ ഇടുക. മറ്റൊരാൾക്കാണ് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതർ എടുക്കുക. ശേഷം താഴെ നിങ്ങളുടെ സംസ്ഥാനം, നിയോജക മണ്ഡലം, പേര്, ബൂത്ത് നമ്പർ, ക്രമനമ്പർ എന്നിവ നിലവിലെ പട്ടികയിൽ ഉള്ളതുപോലെ തന്നെ നൽകുക. തുടർന്ന് സബ്മിറ്റ് അമർത്തുക. അപ്പോൾ വരുന്ന പേജിൽ നിങ്ങളുടെ നിലവിലെ വോട്ടർ പട്ടിക വിവരങ്ങൾ സ്ക്രീനിൽ വരുന്നതാണ്. അത് ശരിയാണെങ്കിൽ താഴെ ഓക്കെ അമർത്തുക. തുടർന്ന് വരുന്ന ഫോം 7 അപേക്ഷാ ഫോമിൽ ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ടാവും. ബാക്കി വിവരങ്ങൾ മാത്രം പൂരിപ്പിച്ചാൽ മതി. ആദ്യ ഭാഗത്ത് നെക്സ്റ്റ് അടിച്ച ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കാരണത്താലാണ് പേര് നീക്കം ചെയ്യേണ്ടത് എന്നത് സെലക്ട് ചെയ്യണം. സെലക്ട് റീസൺ എന്നുള്ള ഭാഗത്ത്. തുടർന്ന് താഴെ മേൽവിലാസം പൂരിപ്പിക്കുക. അതിന് താഴെ ഭാഗത്ത് സ്ഥലം എഴുതി പിന്നീട് ക്യാപ്ച കോഡ് നൽകി പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് അമർത്തുക. പ്രിവ്യൂ നന്നായി വായിച്ച ശേഷം സബ്മിറ്റ് അമർത്തുക. സ്ക്രീനിൽ വരുന്ന അക്നോളജ്മെൻറ്റ് നമ്പർ കുറിച്ചു വയ്ക്കുക. ഇനി നിങ്ങൾക്ക് സ്വദേശി വോട്ടർ എന്ന പേരാണ് നീക്കം ചെയ്യേണ്ടതെങ്കിൽ, അതായത് നാട്ടിലെ വോട്ടർ എന്ന രീതിയിലാണ് കിടക്കുന്നത്, അവിടെ നിന്ന് നീക്കം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡിലീഷൻ എന്ന ഭാഗത്ത് ഫോം 7 എന്നത് സെലക്ട് ചെയ്യുക. ഫിൽ ഫോം 7 എന്നത് സെലക്ട് ചെയ്യുക. തുടർന്ന് കാണുന്ന സ്ക്രീനിൽ സെൽഫ് എന്നമർത്തി വോട്ടർ ID നമ്പർ നൽകി സബ്മിറ്റ് അമർത്തുക. മറ്റൊരാൾക്ക് വേണ്ടിയാണെങ്കിൽ അതർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ വോട്ടർ IDയിലെ പേരും ആധാറിലെ പേരും ഒരുപോലെ ആയാലാണ് ഫോം സബ്മിറ്റ് ആകൂ. പേര് വ്യത്യാസമുണ്ടെങ്കിൽ ഫോം 8 വഴി തിരുത്തിയ ശേഷമേ ഈ ഫോം പൂരിപ്പിക്കാൻ കഴിയൂ. ഇനി താഴെ വോട്ടർ ID നമ്പർ നൽകി സബ്മിറ്റ് അമർത്തുമ്പോൾ സ്ക്രീനിൽ വോട്ടർ ലിസ്റ്റ് പ്രകാരമുള്ള നിങ്ങളുടെ വിവരങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അത് വായിച്ചു നോക്കി ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം താഴെ ഓക്കെ അടിക്കുക. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ മിക്കവാറും വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് അടിച്ച ശേഷം താഴേക്ക് വന്നാൽ നിങ്ങൾ എന്ത് കാരണത്താലാണ് പേര് നീക്കം ചെയ്യേണ്ടത് എന്നത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. ശേഷം താഴെ മേൽവിലാസം പൂരിപ്പിക്കുക. മേൽവിലാസം പൂരിപ്പിച്ച ശേഷം നെക്സ്റ്റ് അടിച്ച ശേഷം ഡിക്ലറേഷനിൽ സ്ഥലം എഴുതുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. താഴെ ക്യാപ്ച കോഡ് നൽകി പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് അമർത്തുക. പ്രിവ്യൂ നന്നായി വായിച്ച ശേഷം സബ്മിറ്റ് അമർത്തി ആധാർ നമ്പർ നൽകി സൈൻ ചെയ്യേണ്ടതുണ്ട്. അതിനായി ആധാർ നമ്പർ നൽകുക, സൈൻ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ വരുന്ന അക്നോളജ്മെൻറ്റ് നമ്പർ കുറിച്ച് വയ്ക്കുക.